ഫോട്ടോസ് പാലഭിഷേകം ചെയ്യാൻ. പിന്നെ കുറേ പൂക്കടകൾ. ഈ പൂക്കടകളിലൊന്നും മോഹൻലാലിൻ്റെ പടം റിലീസ് ചെയ്യുന്ന അവസരത്തിൽ ഈ കേരളത്തിലെ തിയേറ്ററിനടുത്തുള്ള പല തിയേറ്ററുകളിലും പൂക്കടകളൊക്കെ കാര്യമായിരിക്കും. ആ പൂകളൊക്കെ ഇവർ വലിയ തുക കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ പാലഭിഷേകം നടത്തുന്നതോടൊപ്പം തന്നെ ഈ പുഷ്പാർച്ചന പൂക്കൾ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ കൊട്ടും ചാട്ടും ബഹളവും അത് പാതിരാത്രി മുതൽ തുടങ്ങും ശരിക്കും. പക്ഷെ ഇത്തവണ അങ്ങനത്തെ ഒരു പബ്ലിസിറ്റിയും ഇല്ല. ഈ സിനിമ വെളുപ്പിനെ തുടങ്ങുമോ, വെളുപ്പിനെ തലേദിവസം മുതൽ ആൾക്കാർ പ്രേക്ഷകർ വന്നു നിൽക്കുമോ, ഫാൻസുകാർ വന്നു നിൽക്കുമോ, അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മുൻകൂട്ടി ഒന്നും പറയുന്നില്ല. ഒരു പക്ഷേ അണിയറയിൽ വളരെ രഹസ്യമായിട്ട് എല്ലാം വെച്ചിരിക്കാം. കാരണം ഇനിയെല്ലാം മോഹൻലാലിൻ്റെ സിനിമകൾ പലതും അമിതമായ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. മമ്മൂട്ടിയുടെ ചില മിക്ക സിനിമകൾ ചെയ്യുന്ന പോലെ പരസ്യമില്ലാതെ, അതായത് ഈ പതുക്കെ ആരും അറിയാതെ രഹസ്യമായിട്ട് പതുക്കെ നടന്ന് ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമ, പ്രേക്ഷകർ, അതിൻ്റെ സാമ്പത്തികം, അങ്ങനെയൊക്കെയാണ് മമ്മൂട്ടി സിനിമയെക്കുറിച്ച് പറയാതെ. അതുപോലെ തന്നെ ഒന്നും പറയാതെ ഒരു മുൻവിധിയുമില്ലാതെ അതേ സ്ഥാനത്ത് പ്രേക്ഷകർക്ക് യാതൊരുവിധ നിരാശയ്ക്കും ഇടം നൽകാതെ ഈ തുടരും കാണാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുള്ള അവകാശവാദം.